ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ കാലമായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. സോ ഗൈസ്, വെൽക്കം ടു എ ലിറ്റിൽ ടൂർ ഓഫ് മൈ സ്റ്റഡി സ്പേസ്. ഇനി അറിയാത്തവർക്കാണെങ്കിൽ ഐ ഓഫ് ഐ ഹാവ് കേരള സിലബസ് 8th ഗ്രേഡ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ സ്റ്റഡി ടേബിളിലത്തെ കുറച്ച് സാധനങ്ങളൊന്നും പരിചയപ്പെടുത്താം. സോ ഗൈസ്, ഇതാണ് എൻ്റെ ടാബിൾ ചെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ സൂം ഔട്ട് ചെയ്യുന്ന വേറൊന്നുമല്ല, എൻ്റെ ചെറിയൊരു ഫോൺ സ്റ്റാൻഡാണ്. ഇതിന്മേ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റർ ആണല്ലോ, അപ്പോൾ എനിക്ക് അതിനൊക്കെ തന്നെ ഷൂട്ട് ചെയ്താൽ മതി. ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ അല്ലേ എടുക്കാറുള്ളൂ. പിന്നെ ഇപ്പോൾ കാണിച്ചതാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് നോട്ട്, പിന്നെ പൗച്ച് എന്നൊക്കെ പറയുന്നത്. പിന്നെ എൻ്റെ ചെറിയ ജേണൽ ഡയറിയും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ടേബിളിൽ വെക്കാറുള്ളത് കേട്ടോ. അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട് മാത്രമേ വെക്കാറുള്ളൂ. ഇപ്പോൾ കാണിച്ചതാണ് എൻ്റെ ഈ ഫേവറേറ്റ് ആയിട്ടുള്ള, ഈ ടേബിളിമത്തെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. നമ്മൾ എല്ലാ ആക്രി സാധനങ്ങളും ഇതിന്മേൽ കണ്ട് കയറ്റി വെച്ചാൽ മതി. ഓർഗനൈസർ അല്ലാതെ ഒരു റൂമും മുന്നോട്ട് പോകില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ റൂമിന് എന്തായാലും മസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഓർഗനൈസർ. പിന്നെ ഇതിൽ 2 ഡ്രോയിങ് കൂടെ വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ ഡ്രോയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് ജേണൽ സപ്ലൈസാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന മാത്രമേ വെച്ചിട്ടുള്ളൂ, ബാക്കി എൻ്റെ ഫയലിലാണ് ഇരിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ഡ്രോയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് വാട്ടർ കളർ, പിന്നെ അങ്ങനെ ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങളാണ് അതിൽ വെച്ചിട്ടുള്ളത്. ഉപയോഗിക്കാത്തത് മീൻസ് എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ക്യാമറയാണ്. ദെൻ ശരിക്കും ഒറിജിനൽ ക്യാമറയൊന്നുമല്ല കേട്ടോ, ഇത് കുറച്ച് മുമ്പ് ട്രെൻഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ സാധനത്തിൻ്റെ പേര് സത്യമായിട്ട് മറന്നു പോയിട്ടുണ്ട്, എന്താണെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. എൻ്റെ സ്റ്റഡി ടേബിൾ മറ്റേ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ജേണലൊക്കെ ചെയ്താൽ പെട്ടെന്ന് അയക്കാണ് ഞാൻ അധികം സാധനങ്ങൾ അങ്ങോട്ട് കൊട്ടാറുള്ളത് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ലാമ്പാണ്. ഇത് 3 ലൈറ്റ്സിലാണ് വരുന്നത്. 3 കളേഴ്സിലല്ല, ആ കളറിൽ തന്നെ 3 ലൈറ്റായിട്ട് വരുള്ളൂ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലോക്കാണ്. ഇത് പഴയ കാല ക്ലോക്കാണ്. ബാറ്ററി ഒന്നും അങ്ങനെ ഇതാവില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ വെച്ചു തന്നെയുള്ളൂ, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. പിന്നെ മറ്റേത് ഒരു കലണ്ടറാണ്. ജനുവരിയിൽ നിന്ന് എൻ്റെ കലണ്ടറിൽ നിന്ന് അങ്ങോട്ട് നീങ്ങിയിട്ടില്ല. പിന്നെ ഇത് സ്കൂൾ ടൈം ടേബിൾ, അത് എനിക്ക് എന്തായാലും മസ്റ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. കാരണം പെട്ടെന്ന് നമ്മൾ സ്കൂൾ ടൈം ടേബിളൊക്കെ വെക്കുമ്പോൾ എനിക്ക് എന്തായാലും മസ്റ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. പിന്നെ മേലെ ഇതൊക്കെയാണ് വരുന്നത്, സ്റ്റഡി ടേബിളിന് മേലെ ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് കണ്ടില്ല, ഇത് ഞാൻ എൻ്റെ ടേബിൾ എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് എന്ന് വെച്ചാൽ ഹാൻഡ് മെയ്ഡായി ഉണ്ടാക്കിയതാണ്, വാങ്ങിയതല്ല. അങ്ങനെ ഒരു സാധനമാണ്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് പരിക്കൊക്കെ പറ്റിയതാണ് എന്ന് വെച്ചാൽ, പക്ഷേ അത് പോകും കേട്ടോ. അങ്ങനെയാണ് അറിഞ്ഞത്. എന്തായാലും ഞാൻ അങ്ങോട്ട് അത് പോകാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും ചെയ്യണം ഇൻഷാ അല്ലാഹ്. പിന്നെ എനിക്ക് അടിയിൽ വരുന്നത് 2 ഡ്രോസാണ്, 2 ഷെൽഫാണ് വരുന്നത്. മേലത്തിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും, പിന്നെ അടിയത്തിൽ എൻ്റെ ബാഗ്, പിന്നെ കുറച്ച് ബുക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. എൻ്റെ ബ്രദറിൻ്റെയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കാല്, നമ്മൾ പഠിക്കുമ്പോഴൊക്കെ കാല് വെക്കുമ്പോൾ ഒരു സുഖത്തിന് വേണ്ടി. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ലീഫും പിന്നെ ഫെയർ ലൈറ്റുകളും ഒപ്പം വരുന്നത്. ഇത് നൈറ്റ് ലുക്കിലാണ് അടിപൊളിയായിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം എനിക്ക് നൈറ്റ് ആകുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ ലൈറ്റ് അങ്ങോട്ട് ഫ്ലയർ ചെയ്ത് അങ്ങോട്ട് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, എനിക്ക് ആ സാധനത്തിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണ് എൻ്റെ ബെഡ്. ഇതിന് മുമ്പ് ഞാൻ റൂം ടൂർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതെന്നാണെന്ന് എൻ്റെ ഓഫീസ് ചെയറാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റഡി ടേബിളിൽ ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും സബ്സ്ക്രൈബ് മറക്കണ്ട. സോ ഗൈസ്, ബൈ.